ശ്രീ രാജഗോപാൽ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല, സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് ചെമ്പായിരുന്നു, സ്വർണ്ണമില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി, ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി എത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ശീർഷാസന കാഴ്ചയാണ്. നമ്മൾ ഈ കോഴിക്കോട് കാവൽ കുറുക്കനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സംഭവം. അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് ഒരു പക്ഷേ പൊതുസമൂഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് സംഭവിച്ചു. ഒരു നിസാരമായ കൈപ്പിഴ, തെറ്റ്, ആളറിയാതെയുള്ള നിയമനം, അങ്ങനെ ആകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അഭിലാഷ്, നിങ്ങളിന്ന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെമ്പാകുമായിരുന്നു സത്യം എന്നുള്ളത്. അത് സത്യമാണ്. ചെമ്പാകുമായിരുന്നു. ചെമ്പാക്കാനുള്ള ശ്രമം ആരൊക്കെയോ അതിനകത്ത് നടത്തിയിരുന്നു. പക്ഷേ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ചെമ്പ് തെളിഞ്ഞു. ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ, ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് പോലെ, ഈ പറയുന്ന ഭക്തജനങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം ഈ ചെമ്പ് തെളിഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇത് അഭിലാഷ് പറഞ്ഞതുപോലെ പെട്ടെന്നൊന്നും എടുത്തൊരു തീരുമാനമല്ലിത്. ഇതിനകത്തിൽ വളരെ കൃത്യമായ ആലോചനയോട് എടുത്ത തീരുമാനം തന്നെയാണ്. ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഭിഭാഷകൻ പ്രദീപ് ഹാജരായിരുന്നത്. ആദ്യഘട്ട SIT അന്വേഷണത്തിന് മുമ്പ് ഹാജരായിരുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഹാജരായിരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച 2019 ഈ പാളികൾ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറയുന്നത്? വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. ഇത് ചെമ്പായിരുന്നു. ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നത് ചെമ്പ് പാളികളായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ടല്ലേ അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അങ്ങനെ നേരത്തെ പൂശിയ ഒരു പാളിയിൽ ഇത് പൂശുന്നതിനായിട്ട് ഞങ്ങൾക്ക് വൈദഗ്ധ്യവുമില്ല, ഞങ്ങളെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ വക്കാലത്തെടുത്തൊരു വക്കീലല്ലേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. SIT അന്വേഷണം വരെ ഉണ്ടായിരുന്ന നിലപാട്. ദേവസ്വം ബോർഡ് അധികാരിയുടെ നിലപാട് എന്തായിരുന്നു? ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഇത് ആദ്യം എഴുതിയ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്ന ശ്രീ മുരാരി ബാബു അദ്ദേഹം ഇന്ന് അന്തരിച്ചിരിക്കുകയാണ്. ഞാനൊരു പ്രണാമം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മുരാരി ബാബു ഈ കേസിലെ രണ്ടാം പ്രതിയാണ്. രണ്ടാം പ്രതി മുതൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ വരെ ഉള്ളവരുടെ കയ്യിൽ കൂടെ കടന്നുപോയ എല്ലാ ഫയലിലും ഇത് എഴുതിയിരിക്കുന്നത് ചെമ്പുപാളി എന്നാണ്. ആരുടെയെങ്കിലും ഒരു നോട്ടിനകത്തിൽ ഇത് 1999 വിജയമല്യ സ്വർണത്തിൽ പൊതിഞ്ഞ പാളിയാണെന്ന് ഒരൊറ്റ നോട്ടിലുമില്ലത് ഇല്ല. അവസാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അവസ്ഥയിലേക്ക് വരിക. അവരും എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? പത്മകുമാർ എഴുതിയതും വാസു എഴുതിയത്, ബോർഡ് പ്രസിഡൻ്റായിരുന്ന വാസു എഴുതിയതും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവരും എല്ലാവരും ചെമ്പുപാളികളാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരോ തന്ത്രി കൊടുത്ത ഒരു നോട്ടിനകത്തിൽ മാത്രം സ്വർണം പൂശിയ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സ്വർണം പൊതിഞ്ഞതെന്ന് പറയുന്നില്ല അതിനകത്ത്. അപ്പോൾ ഈ ആരൊക്കെയോ താല്പര്യങ്ങളുണ്ടായിരുന്നു ഇത് മറയ്ക്കുന്നതിനായിട്ട്, ഈ ചെമ്പുപാളികൾ എന്ന് സമർത്ഥിക്കുന്നതിനായിട്ട്. അങ്ങനെയാണ് ഈ അന്വേഷണം ഇപ്പോൾ അവസാനം വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ജയശ്രീയുടെ റിപ്പോർട്ടിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ കൂടെ ചോദ്യം ചെയ്ത ശേഷം ഇത് കേസ് അന്വേഷണം ഇനിയിപ്പോൾ അടുത്ത 3rd സ്റ്റേജിലേക്ക് വരികയാണ്. 2025 കേസിലേക്കും വരികയാണ്. അവിടുത്തെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഒരു മെമ്പർക്കും ഇത് നോട്ടീസും പോയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് പ്ലാൻഡ് ആണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ലിത്. ഒരു ക്യാബിനറ്റ് നോട്ടാണിത്. നമ്മൾ ക്യാബിനറ്റ് നോട്ട് വളരെ പവിത്രമാണ് അല്ലേ? പവിത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമറ്റതായിരിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണത്. അപ്പോൾ മന്ത്രിസഭ നോട്ടൊക്കെ എന്ന് പറയുന്നത് കഴിയുമ്പോൾ ചുമ്മാ ആരെങ്കിലും ഒന്നും തയ്യാറാക്കി കൊടുക്കുന്ന സാധനങ്ങളല്ല. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ പോസ്റ്റ് അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലീഡർ പോസ്റ്റ് അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു പോസ്റ്റ് അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ഉണ്ടാകും അതിനകത്തിൽ? തീർച്ചയായിട്ടും സാമ്പത്തിക ബാധ്യത വരും അവിടെ അല്ലേ? സാമ്പത്തിക ബാധ്യത വരുമ്പോൾ ആരാണ് അതിനകത്തിൽ അത്തരം ഫയലുകൾ കാണേണ്ടത്? സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പാണ് അത് കാണേണ്ടത്. ധനവകുപ്പ് അത് കണ്ടിട്ട് വേണം ആ നോട്ട് തയ്യാറാക്കി വരാനായിട്ട്. ഇവിടെ ഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയായി കാണും. പെട്ടെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ആ ഫയലിൽ വന്നു കാണും. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് ധനവകുപ്പ്. അത് വളരെ കൃത്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, ടി കെ രാജഗോപാൽ, ഈ നടപടിക്രമം അനുസരിച്ച് അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ കൊടുക്കേണ്ടത് നിയമമന്ത്രിക്കാണ്.
ഇതൊരു അഡീഷണൽ തസ്തിക സൃഷ്ടിക്കലായതുകൊണ്ട് അതിൻ്റെ ധനപരമായ ഇംപ്ലിക്കേഷൻസ് നോക്കണം. അത് ധനവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിയമവകുപ്പ്, ധനവകുപ്പ് ഇവ രണ്ടും ഭരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. ഇന്നലെ ദേവസ്വം മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ സർവ്വ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടിരുന്നു എന്നുള്ളതാണ്. ഈ തീരുമാനം വി ഡി സതീശൻ എന്ന കേരള മുഖ്യമന്ത്രി എടുത്തതാണ് എന്ന് കൃത്യമായി ഇന്നലെ ദേവസ്വം മന്ത്രി പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. കൃത്യമാണ്. അദ്ദേഹം കൈയെഴുകുകയാണ് ചെയ്തത്. ഇന്നലെ അദ്ദേഹത്തിന് കൈയെഴുകുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ? അതിനുശേഷം ഇത് നിയമവകുപ്പിൽ വന്നു കഴിഞ്ഞാൽ നിയമവകുപ്പ് അതിൻ്റെ നിയമസാധ പരിശോധിക്കണം. ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, അപ്പിയർ ചെയ്തിട്ടുള്ള കേസുകളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ വിജയം, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ഒരാളെക്കുറിച്ച് നമ്മൾ ഒരു പ്രത്യേക പോസ്റ്റ് സൃഷ്ടിച്ച ഒരാളിനെ വിദഗ്ധനായ ഒരാളിനെ സർക്കാരിൻ്റെ ഉപദേശകനായിട്ട് വെക്കുകയാണ്. വളരെ പ്രശ്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയ തസ്തികയിലേക്കാണ് അദ്ദേഹം വരുന്നത്. പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ തസ്തികയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കണ്ടേ? പശ്ചാത്തലം കൂടെ അന്വേഷിച്ചിട്ട് വേണം. അപ്പോൾ നിയമ സർക്കിളിലും ഈ പറഞ്ഞതുപോലെ അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. നിയമമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് നിയമമന്ത്രി. അപ്പോഴും ഈ ഫയൽ വളരെ വേഗത്തിൽ വന്നു. പക്ഷേ ഈ സമയത്തൊന്നും ദേവസ്വം മന്ത്രി ഇത് കണ്ടിരുന്നില്ലേ? അല്ലെ അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ലേ? അങ്ങനെ ഒരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രിയെ അറിയിക്കാതെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അനിഷ്ടമാണ് ഇന്നലെ അദ്ദേഹത്തെ പ്രകടിപ്പിച്ചതെന്ന് തോന്നുന്നു. അദ്ദേഹം അതിനെ ഒരു വാക്കിൽ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ചില ദൗർബല്യങ്ങൾ, വ്യക്തികളിലേക്ക് ദൗർബല്യങ്ങളിൽ നിന്ന് നമുക്കിത് കാര്യങ്ങൾ വളരെ എളുപ്പമാണല്ലോ. പ്രതിഭാഗം വക്കീൽ തന്നെ വാദിഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് അവിടെ മോഡസ് ഓപ്പറാണ്ടി, എങ്ങനെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം തിരുത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹം തിരുത്തിയിട്ട് അത് പറഞ്ഞു ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ ചില ചർച്ചകളിലൊക്കെ വന്നതുപോലെ വിക്കറ്റ് വീഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വിക്കറ്റിനെ നമുക്ക് കുറച്ച് എക്സ്ക്യൂസൊക്കെ പറയാം. അറിവില്ലായ്മ കൊണ്ടാകാം, അല്ലെങ്കിൽ നോട്ടക്കുറവ് കൊണ്ടാണെന്നൊക്കെ പറയാം. ഇവിടെ നോട്ടക്കുറവല്ല. ഇവിടെ നല്ലപോലെ നോക്കിയിരിക്കുന്നു. നന്നായിട്ട് നോക്കിയ ശേഷം തന്നെയാണ് ഈ ഉത്തരവാദിത്തം വരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം വരുന്നത് തീർച്ചയായിട്ടും നിയമിച്ച ആൾക്ക് തന്നെയാണ്. അതാണ് അതിന്റെ ഏറ്റവും മൗലികമായ പ്രശ്നവും.